സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ആർക്കാണെന്ന് ഇന്നറിയുന്ന ദിവസം കൂടിയാണ്. 5 പേരുകളാണ് അവസാനവട്ട പട്ടികയിൽ ഇടം പിടിച്ചതെന്നാണ് സൂചന. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നൊബേൽ മോഹമാണ് ഇത്തവണത്തെ നൊബേലിനെ ശ്രദ്ധേയമാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും മസ്കും അടക്കമുള്ള പേരുകൾ ഇത്തവണത്തെ പുരസ്കാര നിർണയ സമിതിക്ക് മുന്നിലുണ്ട്. ഇത്തവണത്തെ നൊബേൽ പ്രൈസിന് 338 നാമനിർദ്ദേശങ്ങളാണ് എത്തിയതെന്നാണ് പുരസ്കാര സമിതി വ്യക്തമാക്കിയത്. ഇതിൽ 244 വ്യക്തികളും അവശേഷിക്കുന്നവ സംഘടനകളുമാണ്. ആരൊക്കെ, സംഘടനകൾ ഏതൊക്കെ തുടങ്ങിയ കാര്യം പുരസ്കാര സമിതി പ്രഖ്യാപിക്കുന്ന പതിവില്ല. അതുകൊണ്ട് തന്നെ അധികവും ഊഹാപോഹങ്ങളാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇത്തവണത്തെ സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസിന് അർഹത തനിക്കാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയും തേടി. പാകിസ്ഥാനും ഇസ്രായേലും കംബോഡിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരും സമാധാന നൊബേൽ പുരസ്കാരത്തിന് പരിഗണിക്കുന്നു എന്നാണ് വിവരം. ആഗോള സമാധാനത്തിനു വേണ്ടി മാർപ്പാപ്പ സ്വീകരിച്ച നിലപാടുകളാണ് അടിസ്ഥാനം. ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ, ടെസ്ല സ്ഥാപകനായ ഇലോൺ മസ്ക്, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം എന്നിവരും സമാധാനത്തിനുള്ള നൊബേൽ പട്ടികയിൽ ഇടം പിടിച്ചവരാണ്. സംഘടനകളിൽ ഒന്നാമതുള്ളത് യുദ്ധമുഖത്ത് സഹായഹസ്തവുമായി എത്തിയ സുഡാനിലെ സന്നദ്ധ സംഘടനയാണ്. ഇതുകൂടാതെ റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയയുടെ ഭാര്യ യൂലിയ, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട്. ജേതാവ് ആരാണെന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് കൂടിയേയുള്ളൂ. നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ വൈകിട്ടാണ് പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.